ഹായ് ഹലോ എല്ലാവർക്കും ഏറ്റവും പുതിയ റിവ്യൂയിലേക്ക് സമ്മർ ബീച്ച് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ തുടരും എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ചാണ്. തുടരിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് തുടരും, തുടർന്നുകൊണ്ടിരിക്കുന്ന ആരാണെന്ന്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് ഞാൻ ഈ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നത്. കാരണം വേറൊന്ന് നമ്മുടെ ലാലേട്ടൻ നായകനായിട്ട് വരുന്ന ചിത്രമാണ് തുടരും എന്ന് പറയുന്ന ഫിലിം. തരുൺമൂർത്തിയാണ് ഡയറക്ഷൻ, അതുപോലെ തിരക്കഥയും തരുൺമൂർത്തിയും അതുപോലെ തന്നെ കെ സുനിൽ എന്ന് പറയുന്ന രണ്ട് വ്യക്തികളും ചേർന്നിട്ടാണ് തിരക്കഥ. കാശ് നോക്കിയാൽ നമ്മുടെ മലയാളത്തിൻ്റെ സ്വന്തം ശോഭന, അതുപോലെ തന്നെ ബിനു പപ്പു, അക്ഷയ്, അതേപോലെ തന്നെ അക്ഷിത, മണിമ്പിള രാജു, ഇർഷാദ്, പ്രകാശ് വർമ്മ തുടങ്ങിയ പ്രധാനമായും കാസ്റ്റിംഗായി വരുന്നുണ്ട്. തുടരും ഒരു ഫാമിലി ഡ്രാമയാണ്. റിലീസിന് മുമ്പ് തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ഫീൽ ഗുഡ് എന്ന് പറയുന്ന ലേബലിലായിരുന്നു. പക്ഷേ എന്താ പറയുക, അതിൻ്റെ സംവിധാനം തന്നെ പറഞ്ഞു ഇതൊരിക്കലും ഒരു ഫീൽ ഗുഡ് ഡ്രാമ, ഒരു ഫാമിലി ഡ്രാമ എന്ന് പറയുന്ന തരത്തിലാണ് തുടരും എത്താൻ വേണ്ടി പോകുന്നത്. ദൃശ്യമായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യരുത്. തിരിച്ചെടുത്ത് കണ്ടിറങ്ങിയ ദൃശ്യമായിട്ട് എന്തൊക്കെ ഒരുപാട് കണ്ടന്റ് ചെയ്തത്. കാരണം അതിലെ കഥാപാത്രം ഒരിക്കലും നമ്മളെ വിട്ടുമായുന്നില്ല. അത്രയേറെ ഒരു എന്താ പറയുക, ഒരു നമ്മളിലേക്ക് ലയിച്ചു ചേരുന്ന ഒരു പ്രകടനം എല്ലാം കൊണ്ട് തന്നെ സമ്പന്നമാണ്. തുടർന്ന് ഫാമിലി ഡ്രാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷൺമുഖൻ അല്ലെങ്കിൽ ബെൻസ് എന്ന് പറയുന്ന വിളിക്കപ്പെടുന്ന മോഹൻലാൽ അതിന് പിന്നെ കഥാപാത്രമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ നടക്കുന്ന ഒരു ഇൻസിഡൻറ്റും അതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് മാറ്റിമറിക്കാനും ഷൺമുഖൻ്റെ ജീവിതം മാറ്റിമറിയുന്നതാണ് കഥ മുന്നോട്ട് പോകുന്നത്. നമ്മൾ പല തവണയും ഇതിൽപോലത്തുള്ള സ്റ്റോറികൾ നമ്മൾ പല തവണ കണ്ടതാണെങ്കിൽ പോലും തുടരെ ഡിഫറെൻ്റായി വെക്കുന്നത് അതിൻ്റെ ഒരു ഡയറക്ഷൻ തന്നെയാണ്. തീർച്ചയായിട്ടും ഗംഭീരമായിട്ടുള്ള ഒരു ഡയറക്ഷൻ, ഒരിക്കലും ബോറടിപ്പിക്കാത്ത ഒരു ഡയറക്ഷൻ തന്നെയാണ്. അവർ മികച്ച ഒരു പ്രകടനം. എനിക്ക് ഏറ്റവും സന്തോഷകരമായി ഒരുപാട് നാൾക്ക് ശേഷം ഒരു മോഹൻലാൽ ഒരു ആരാധന നിലയ്ക്ക് അല്ലെങ്കിൽ മോഹൻലാൽ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് തീർച്ചയായിട്ടും തുടരും കണ്ടിറങ്ങുമ്പോൾ നമ്മുടെ നെഞ്ചി വിളിച്ച് ഇറങ്ങി വരാം ഒരു മോഹൻലാൽ ഫിലിം സംതൃപ്തിയോടെ തീർച്ചയായിട്ടും ഒരു കണ്ണും നനഞ്ഞ് ആയിട്ട്. കാരണം ബെൻസ് എന്ന് പറയുന്ന കഥാപാത്രം ഏറ്റവും നമ്മൾ ഒരുപാട് ചിരിപ്പിക്കുന്നുണ്ട്, പിന്നീട് എന്താ പറയുക ചിന്തിപ്പിക്കുന്നുണ്ട്, അതുപോലെ തന്നെ കരയിപ്പിക്കുന്നുണ്ട്, ത്രസിപ്പിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ 4 ലേബലിലും ഈ മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു അഴിഞ്ഞാട്ടം തന്നെയാണ് തൊഴിൽ എടുത്തു പറയാനും സാധിക്കുന്നത്. കാരണം മോഹൻലാൽ എന്ന് പറയുന്ന നടൻ അല്ലെങ്കിൽ ഒരു എൽ ബ്രാൻഡ് തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് സമ്മാനങ്ങൾ നൽകിയ വ്യക്തിയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഓരോ ചിത്രം ഞാൻ എടുത്തു പറയുന്നില്ല, കാരണം പറയച്ച ഒരുപാടുണ്ട്. പക്ഷെ സമീപകാലത്ത് ഒരുപാട് പരാജയങ്ങളെന്ന് ശേഷം മോഹൻലാൽ അഭിനയിച്ചു അല്ലെങ്കിൽ എന്താ പറയുക എല്ലാവർക്കും ഒരേപോലെ തന്നെ ഒരു സംതൃപ്തി നൽകിയ ചിത്രം ഒരു തുടരും തന്നെയായിരിക്കും. കാരണം മോഹൻലാൽ എന്ന് പറയുന്ന നടൻ തുടരും, അതുകൊണ്ട് തുടർന്നുകൊണ്ടിരിക്കും. തീർച്ചയായിട്ടും അതിന് ടൈറ്റിൽ തൊട്ട് എൻഡ് കാർഡ് വരെയും അത് പൂർണ്ണമായിട്ടും തന്നെയാണ്. ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ചിത്രത്തിൻ്റെ തുടക്കത്തിലെ 10 മിനിറ്റ് അവസാനം 20 മിനിറ്റ് എന്നൊന്നുമില്ല. കാരണം മൊത്തത്തിൽ മോഹൻലാൽ എന്ന് പറയുന്ന നടൻ ഒരു അഴിഞ്ഞാടൻ തന്നെയാണ് തൊഴിൽ കൊണ്ടിരിക്കുന്നത്. കാരണം തീർച്ചയായിട്ടും ആ നടൻ്റെ ഒരു മികച്ച പ്രകടനം കൊണ്ട് നമ്മളെത്തിക്കുന്നുണ്ട്. കാരണം മോഹൻലാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ചിത്രങ്ങൾ നമ്മളെ എന്താ പറയുക ചിന്തിപ്പിച്ചുള്ള ഒരു വ്യക്തി തന്നെയാണ്, അല്ലെങ്കിൽ ഇത് കരയിപ്പിച്ചിട്ടുണ്ട്. ലാലേട്ടൻ പ്രേക്ഷകൻ കരയുന്ന ഒരു അവസ്ഥ തന്നെ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും അതും തുടരും എന്ന് പറയുന്ന ഫിലിമിലും നമുക്ക് ഇമോഷണലി കണ്ടു ചെയ്യാൻ സാധിക്കുന്ന ഒരുപാട് രംഗങ്ങളുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അപാട് ഒരു ശോകപ്പടം എന്നല്ല, അത്യാവശ്യം നല്ല എന്താ പറയുക ത്രസിപ്പിക്കുന്ന ഒരുപാട് രംഗങ്ങളുള്ള ഒരു നല്ലൊരു ഫാമിലി പടമാണെങ്കിൽ വിശ്വസിക്കുന്ന ചിത്രം തന്നെയാണ് തുടരും. കാരണം അതിൽ മികച്ച മലപ്പുറമാണ്. മോഹൻലാൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാൻ കാര്യം തന്നെയാണ്. മോഹൻലാൽ പറയുന്നതിനെ പോട്ടെ, ഇതിൽ വില്ലനായിട്ട് നല്ല പ്രകാശ് വർമ്മ എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. ഇത് താണ്ട വില്ലൻ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള പ്രകടനം തന്നെ. തീർച്ചയായിട്ടും ആ വ്യക്തി ഗംഭീരമായിട്ടുള്ള ഒരു പ്രകടനം തന്നെയാണ് ചേർന്നുള്ളത്. കാരണം ചെവിക്കൽ നോക്കി ഒന്ന് കൊടുക്കാൻ തോന്നും, അത്രയേറെ ഒരു വെറുപ്പ് തോന്നുന്ന ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കഥാപാത്രം. കാരണം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എങ്ങനെ ആയിരിക്കണം തോന്നിപ്പിക്കുന്ന തരത്തിലായിരുന്നു ഓരോ വ്യക്തിയുടെ പ്രകടനം. ഗംഭീരമായി തന്നെ അദ്ദേഹം ചെയ്തു. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തീർച്ചയായിട്ടും ഒരു പുതുമുഖ നടൻ നമ്മളിലേക്ക് എത്തുമ്പോൾ ഒരു വില്ലൻ എന്ന ലേബലിൽ എത്തുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് ശ്രദ്ധിക്കേണ്ട ഘടകങ്ങളുണ്ട്. അതെല്ലാം പൂർണ്ണമായിട്ടും ആ വ്യക്തി ശ്രദ്ധിച്ചിട്ടുണ്ട്. ഗംഭീരമായി തന്നെയാണ് നമ്മളിലേക്ക് എത്തിച്ചത് തന്നെയാണ് ഏറ്റവും വലിയ പോസിറ്റീവ് എനിക്ക് തോന്നുന്നു. അതുപോലെ ബിനു പപ്പു, ശോഭന ഒരു തമിഴ് കലർന്ന ഒരു കഥാപാത്രം തന്നെയാണ്, ഗംഭീരമായി തന്നെയാണ് ചെയ്തിട്ടുള്ളത്. മണിമ്പിള രാജു, മോഹൻലാലിൻ്റെ മകളായിട്ടുള്ള വ്യക്തി, മകനായിട്ട് അവതരിപ്പിച്ച അക്ഷയ് എന്ന് പറയുന്ന ഒരു കഥാപാത്രം. തീർച്ചയായിട്ടും ഓരോ വ്യക്തികളും ഗംഭീരമായി തന്നെ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഫർഹാൻ ഫാസിൽ ഗംഭീരമായിട്ടുള്ള ഒരു പ്രകടനം തന്നെ അദ്ദേഹം കാഴ്ചവെച്ചു. കാരണം ഇതിൽ നെഗറ്റീവ് വേണ്ടി വരുന്നത് ഘടകം മാത്രമില്ല എന്നാണ് ഏറ്റവും വലിയ ഒരു പോസിറ്റീവ് എനിക്ക് പറയാനുള്ളത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കൊടുത്തുള്ള റോൾ ഗംഭീരമായി തന്നെ ചെയ്തു. എനിക്ക് മറ്റുള്ളവരെക്കാൾ ഞാൻ പൂർണ്ണമായിട്ടും ഞാൻ മോഹൻലാൽ എന്ന് പറയുന്ന ഫാറ്റിൽ തന്നെ നോക്കിയിട്ടുള്ളൂ. തീർച്ചയായിട്ടും ഒരു മോഹൻലാൽ എന്ന് പറയുന്ന ഒരു ആരാധകൻ എന്ന നിലയ്ക്ക് തീർച്ചയായിട്ടും എനിക്ക് സംതൃപ്തി പൂർണ്ണമായിട്ടും നൽകിയിട്ടുള്ള ഒരു ചിത്രം തന്നെ തുടരും. കാരണം തുടക്കത്തൊട്ട് ഒടുക്കം വരും. കാരണം ഇതിൽ ഒരു സാധാരണ നമ്മൾ ലാലേട്ടൻ പല പടത്തിലും ആയിട്ടുണ്ട്. നരസിംഹത്തിൽ സിംഹമായിട്ടും പുലിയായിട്ടും അതുപോലെ പല ചിത്രങ്ങളുണ്ട്. അപ്പോൾ തുടരും വരുമ്പോൾ ഒരു ആനയായിട്ട് ഉപയോഗിച്ച ഒരു ഒറ്റക്കൊമ്പൻ.
കാരണം ഒരു ഒറ്റക്കമ്പനം കാണിച്ചിട്ട് മോഹൻലാൽ എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ കാണിക്കുന്നു, ഒരുപാട് ഒരു ആനകളെ തുടരുമെന്ന് കാണിച്ചത്. കാരണം തിരിച്ചൊരു പടത്തിന് ഒരു കണ്ടിന്യൂറ്റി തന്നെയാണ്. ഒരു ഫാമിലി മാൻ, അതുപോലെ തന്നെ കുട്ടികൾ, ഭാര്യ, വൈഫ്, ആ ഒരു ലൈഫ്, അതാണ് തുടരും സ്റ്റാർട്ടിങ് ആയിട്ട് കാണിച്ചിട്ടുള്ളത്. കാരണം ആ പാട്ട് തൊട്ട് നമ്മൾ പ്രേക്ഷകർ ഏത് വ്യക്തികളാണ് പോലും അതിലേക്ക് ലയിച്ച് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും എനിക്ക് ആ പാട്ടും ഒരുപാട് കണക്ട് ആയിട്ടുള്ള ഒരു പാട്ട് തന്നെ ഇമോഷണലി പറയാൻ സാധിക്കും. അതുപോലെ തന്നെ മോഹൻലാലിനെ കൂടാതെ നമ്മൾക്ക് ഈ പടക്കാലത്ത് വിട്ടുപൊരിഞ്ഞിട്ടുള്ള നമ്മുടെ ഇതിൽ മാസ്റ്റർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹം മരണപ്പെട്ടു പോയി. ഗംഭീരമായിട്ടുള്ള ഒരു പ്രകടനം തന്നെയാണ് കാഴ്ച. കുറച്ച് സ്പേസ് ഉള്ളെങ്കിൽ പോലും എനിക്ക് ആ ഭാഗം അല്ലെങ്കിൽ മരണപ്പെടുന്ന ഭാഗം കണ്ടപ്പോൾ ലൈഫിൽ എവിടേക്കോ നഷ്ടപ്പെട്ടു പോയ ചില ഭാഗങ്ങളൊക്കെ ആയിട്ടാണ് ഓർമ്മ വന്നിട്ടുള്ളത്. കാരണം അത് ഒരു പടത്തിൻ്റെ ഒരു നല്ലൊരു ഗംഭീരമായിട്ടുള്ള ഒരു പോസിറ്റീവ് വൈബ് തന്നെയാണ് എടുത്ത് കാണിക്കുന്നത്. കാരണം നമുക്ക് പരിചയമില്ലാത്ത ഒരുപാട് മുഖങ്ങൾ വരുന്ന അർജുന അശോകൻ, ബാക്കി എല്ലാവർക്കും ഗംഭീരമായിട്ടുള്ള ഒരു പ്രകടനം തന്നെയാണ് ഇതിലെടുത്ത് കാണിച്ചിട്ടുള്ളത്. കാരണം ഒരു എന്താ പറയുക, തുടരുമെന്ന് പറയുമ്പോൾ മോഹൻലാൽ എന്ന് പറയുന്ന നടൻ തുടർന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം അത് സപ്പോർട്ടായിട്ട് ജാക്സ് പിജോയുടെ മ്യൂസിക് ബാൻഡ് സ്കോർ ഗംഭീരമായി തന്നെയാണ് ചെയ്തിട്ടുള്ളത്. എസ്പെഷ്യലി ഇതിലെടുത്ത് പറയാനുള്ള സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ ഒരു ലോഡ്ജിൽ വെച്ചിട്ടുള്ള സീൻസ് ഉണ്ട്. എൻ്റെ പൊന്നും മോനെ ലാലേട്ടൻ എന്ന് പറയുന്ന നടൻ്റെ ഗംഭീരമായിട്ടുള്ള ഒരു അയിഞ്ഞാട്ടം തന്നെ സെക്കൻഡ് ഹാഫിൽ കാണാം. എനിക്ക് പക്ഷേ ഒരു തന്മാത്രയോ അല്ലെങ്കിൽ അതിനേക്കാളും മികച്ച് നിൽക്കുന്ന ഗംഭീരമായിട്ടുള്ള ഒരു പ്രകടനം തന്നെയാണ് എടുത്ത് കാണിക്കുന്നത്. കാരണം സദയമാണെങ്കിലും നമുക്കെല്ലാവർക്കും അറിയാം, മോഹൻലാൽ എന്ന് പറയുന്ന നടൻ്റെ കീഴിൽ തന്നെ കരിയറിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു ലേബൽ ഉണ്ടാക്കി ചിത്രമാണ് സദയം. തിരിച്ചിട്ടും അതേ ലെവലിൽ ഗംഭീരമായിട്ടുള്ള ഡേഞ്ചറസ് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു കഥാപാത്രമായിട്ട് ബെൻസ് എന്ന് പറയുന്ന കഥാപാത്രം ഷൺമുഖനായി മാറി കഴിഞ്ഞിരുന്നു, ഒരു മുരുകപോത്തനായിട്ട്. തിരിച്ചിട്ടും ആ ലോഡ്ജ് റൂമിനുള്ളിൽ വരുന്ന ഒരു ഫൈറ്റ് സീൻ ഗംഭീരമായിരുന്നു. ക്ലൈമാക്സിലെ ഫൈറ്റൊക്കെ ഒരു കിടു ഫൈറ്റ് സീനാണ് എടുത്തു വെച്ചുള്ളത്. ഏത് വ്യക്തിയെന്ന് അറിയില്ല എങ്കിൽ പോലും ഗംഭീരമായിട്ടാണ് ഫൈറ്റ് സീൻസൊക്കെ. ഇമോഷണലാണ് മോഹൻലാൽ പ്രേക്ഷകൻ കരയുന്ന ഒരു ചിന്ത തിരിച്ച് നല്ല രീതിയിൽ തന്നെ കണ്ടു ചെയ്തിട്ടുള്ളത്. നല്ലൊരു പ്രകടനം എനിക്ക് എടുത്തു പറഞ്ഞാൽ ഞാൻ പലപ്പോഴും പറഞ്ഞത് ഈ വീഡിയോയിൽ തന്നെ മോഹൻലാൽ. കാരണം തീർച്ചയായിട്ടും എനിക്ക് എന്താ പറയുക, ഒരു പൂർണ്ണമായിട്ടും ഒരു സംതൃപ്തി നൽകിയത് ലാലേട്ടൻ്റെ ഗംഭീരമായിട്ട് പ്രകടനത്തിനുണ്ട്. കാരണം അദ്ദേഹം തിരിച്ചു വരണം, അതാണ് ഞാൻ. കാരണം എമ്പുരാനെ നിരാശപ്പെടുത്തിയെങ്കിൽ പോലും മോഹൻലാൽ എന്നൊരു ആരാധനയിലേക്ക് തീർച്ചയായിട്ടും തുടരും ചെയ്തതിൽ അദ്ദേഹം തുടർന്നുകൊണ്ടിരിക്കും. കാരണം ഇന്ത്യകൾ കാണിക്കുന്നത് മോഹൻലാൽ തുടരുമെന്ന്. കാരണം പൂർണ്ണമായിട്ടും അത് തന്നെയാണ്. ഒരു ഫാൻ ബോയ് പടം നിലയ്ക്ക് തീർച്ചയായിട്ടും തരുമൂർത്തി എന്ന് പറയുന്ന ഒരു വ്യക്തി തീർച്ചയായിട്ടും അതിൽ പൂർണ്ണമായിട്ടും നീതിപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഇത് സ്റ്റാർട്ടിങ്ങിൽ പറയുന്നുണ്ട്, തുടരുന്ന ടൈറ്റിൽ എഴുതി കാണിച്ചിട്ട് മോഹൻലാൽ എന്ന് പറയുന്ന നടൻ്റെ ഒരു ചെറുപ്പക്കാരൻ. കാരണം അത് കുഞ്ഞുനാളായിട്ട് ഫിലിമിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടു വാങ്ങളൊക്കെ തിരിച്ച് നമ്മുടെ എബ്രാമിൻ്റെ സന്ധ്യയിൽ മമ്മൂട്ടി ലാസ്റ്റ് പറഞ്ഞ ഡയലോഗുണ്ട്. കാരണം തീർച്ചയായിട്ടും അവനും അവൻ്റെ ജ്യേഷ്ഠനും നമ്മളെ പഴയകാല ഓർമ്മയിലേക്ക് എത്തിക്കാമെന്ന്. അതേപോലെ എനിക്ക് തോന്നി. കാരണം മോഹൻലാൽ എന്ന് പറയുന്ന നടൻ ഇതിലേക്ക് കൊണ്ടുവന്ന സംഭാവനകൾ അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള ഒരു ലാബിലുണ്ട്. തീർച്ചയായും ഓരോ ഫോട്ടോ ഫ്രെയിമിലൂടെ നമ്മളിലേക്ക് എത്തിക്കുന്നുണ്ട്. അത് തന്നെ ഏറ്റവും വലിയ ഒരു പോസിറ്റീവ് ഘടകമാണ് എനിക്ക് തോന്നുന്നു. കാരണം അത് കണ്ടപ്പോൾ തന്നെ സന്തോഷമായി. കാരണം മോഹൻലാൽ എവിടെയും തിരിച്ചു പോയിട്ടില്ല എന്ന് ലാസ്റ്റ് ഇതിലെ ഇൻ്റർവെൽ ടൈമിൽ തുടരുമെന്ന് എന്താ പറയുക എഴുതി കാണിക്കുന്നതും തീർച്ചയായിട്ടും അത് ഗംഭീരമായിട്ട് ഡിഫറെൻ്റ് ആയിട്ട് ആടാണ്. കാരണം ക്ലൈമാക്സിന് ശേഷം ഒരു ത്രില്ലർ എന്ന് പറയുന്ന ലേബലിലേക്കാണ് പടം കൊണ്ടുപോകുന്നത്. തീർച്ചയായും നമുക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് സ്ഥിരമായി കണ്ട് വളർന്നിട്ടുള്ള അല്ലെങ്കിൽ കണ്ടിട്ടുള്ള ഒരു പാറ്റേൺ തന്നെയാണെങ്കിൽ ഇപ്പോൾ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഡയറക്ഷനും മേക്കിങ്ങും സ്ക്രിപ്റ്റും കാര്യങ്ങളെല്ലാം തന്നെ ഒരു ഓക്കെ ലെവൽ സമ്മാനിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും എൻ്റെ പോസിറ്റീവ് ഘടകമായിട്ട് പറയുമ്പോൾ മികച്ചതായിട്ടുള്ള പ്രകടനം തന്നെയാണ് ഞാൻ പറഞ്ഞിരുന്നല്ലോ. കാരണം മോഹൻലാൽ പോട്ടെ, ശോഭനയാണെങ്കിലും അത് തമിഴ് കിടന്നൊരു കഥാപാത്രമായിട്ടാണ് ഇതിൽ വന്നിട്ടുള്ള ഗംഭീരമായിട്ടുള്ള പ്രകടനം കാഴ്ചവെച്ചു. ഇതിൽ ഏറ്റവും വലിയ പോസിറ്റീവ് ഘടകങ്ങളെന്ന് പറയാൻ വില്ലന്മാരായിട്ടുള്ള ബിനു പപ്പു, അതുപോലെ തന്നെ പ്രകാശ് വർമ്മയാണ്. കാരണം പ്രകാശ് വർമ്മയെ കുറിച്ച് ഒരു ഡോക്കോമോ എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ ചെയ്തിട്ടുള്ള ഒരു ഡയറക്ടറാണ് അദ്ദേഹം. മികച്ചതായിട്ടുള്ള ഇത് തന്നെയാണ്, മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചു. അദ്ദേഹത്തിൻ്റെ ഒരു പോസിറ്റീവ് ഘടകം തന്നെയാണ്. കാരണം തൊഴിലെ കുറിച്ച് കൂടുതലായി പറഞ്ഞ സ്പോയിലറായി പോകും. കാരണം ഒരു മോഹൻലാൽ ഒരു നടൻ എന്ന് പറയുന്ന നിലയ്ക്ക് എനിക്ക് സന്തോഷമായ ദിവസം തന്നെ ഇന്നത്തേത്. അപ്പോൾ തീർച്ചയായിട്ടും മോഹൻലാൽ തുടർന്നുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ എന്താ പറയുക തലമുറയുടെ തമ്പുരൻ അല്ലെങ്കിൽ തലമുറയുടെ നായകൻ ഇനി അങ്ങോട്ട് തുടരും. കാരണം അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വർഷം തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും തുടരുമെന്ന് കുറിച്ച് പറയുമ്പോൾ എനിക്കൊരു എന്താ പറയുക വളരെ സന്തോഷകരമായിട്ട് വാർത്ത ഞാൻ റേറ്റിംഗ് കാണാനൊന്നും കൊടുക്കുന്നില്ല. അപ്പോൾ തുടരും നിങ്ങൾ കണ്ടുള്ള വ്യക്തി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ഷെയർ ചെയ്യാൻ പരിഗണിക്കുക. അതായിരിക്കും ബൈ ഫ്രണ്ട്സ്.